എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം നമ്മോട് പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ, അതായത് സർവശക്തനായ ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ഈ ഭൗതിക നേട്ടങ്ങളെക്കാളൊക്കെ വലുത് നിത്യജീവൻ. കുറേ പണം നമ്മൾ സമ്പാദിച്ചു എന്നതുകൊണ്ട് നമുക്ക് നിത്യജീവൻ കിട്ടുകയില്ല. കുറേ പണം സമ്പാദിച്ചത് കൊണ്ടോ വസ്തുവകകൾ നേടിക്കൂട്ടിയത് കൊണ്ടോ നമുക്കൊരിക്കലും നിത്യജീവൻ കിട്ടുകയില്ല. നിത്യജീവൻ തരാമെന്ന് പറഞ്ഞ ഒരു രക്ഷിതാവ് മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൽ ആശ്രയിക്കാത്തവർക്കും വീട് ലഭിക്കുന്നുണ്ട്, ആശുപത്രികളിൽ പോയ രോഗസൗഖ്യം ലഭിക്കുന്നുണ്ട്, കടം മാറുന്നുണ്ട്, വാഹനങ്ങൾ ലഭിക്കുന്നുണ്ട്, കുട്ടികൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കേണ്ട കാര്യം ഉണ്ടോ? ബ്രദർ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാത്തവർക്കും അറിയാത്തവർക്കും ജീവിതത്തിൽ ചില ഭൗതിക നേട്ടങ്ങളൊക്കെ ലഭിക്കാറുണ്ട്. ജോലി ലഭിക്കാറുണ്ട്, പണം ലഭിക്കാറുണ്ട്, വിദേശത്ത് പോയി പണം സമ്പാദിക്കുന്നു, പരീക്ഷയിൽ A+ കിട്ടുന്നു, ജീവിതത്തിൽ ഭൗതികമായ ഉയർച്ചകൾ. മാത്രമല്ല, രോഗം വരുമ്പോൾ ആസ്പത്രിയിൽ പോയി നല്ല ചികിത്സകൾക്ക് വിധേയമായി രോഗവും മാറുന്നുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കാതെയും ഇതൊക്കെ ധാരാളം പേർക്ക് ഇന്ന് സ്വന്തമാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഒരുവൻ യേശുവിൽ വിശ്വസിക്കുന്നത്? അതായത്, പണം ലഭിക്കുവാൻ പല വഴികളും ഉണ്ടായിരിക്കാം, നല്ല ജോലി ലഭിക്കുവാൻ പല മാർഗങ്ങളും ഇന്നുണ്ടായിരിക്കാം, നല്ല വാഹനങ്ങളും സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും സ്വന്തമാക്കുവാൻ പല വഴികളും പല മാർഗങ്ങളും ഇന്നുണ്ടായിരിക്കാം. പക്ഷേ പാപമോചനത്തിനും നിത്യജീവനും ആത്മരക്ഷയ്ക്കും ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ നൽകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ ലോകത്തിലെ യാതൊരു നേതാക്കന്മാരും തമാശയ്ക്ക് പോലും ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ തരാം, ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞിട്ടില്ല. ഈ ലോകത്തിലെ ഒരു നേതാക്കന്മാരും തമാശയ്ക്ക് പോലും എന്നിൽ ആശ്രയിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അത് ക്രിസ്തു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഭൂമിയിലെ ചില പ്രശ്നങ്ങൾ മാറുവാൻ പല വഴികളും ഉണ്ടായിരിക്കാം. പക്ഷേ മനുഷ്യൻ്റെ യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് പാപമാണ്. ബ്രദർ പറഞ്ഞല്ലോ, ഇന്ന് പലർക്കും ജോലി കിട്ടുന്നുണ്ട്, ആശുപത്രിയിൽ പോയി രോഗസൗഖ്യം കിട്ടുന്നുണ്ട്, വാഹനങ്ങൾ വാങ്ങുന്നുണ്ട്, പണം സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മനുഷ്യൻ്റെ യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരം വരുന്നില്ല. ജോലി കിട്ടിയാലും പണം സമ്പാദിച്ചാലും വിദേശങ്ങളിൽ പോയി ഒരുപാട് സമ്പത്ത് സ്വന്തമാക്കിയാലും ഇനി ഭൂമിയിലെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഭരണാധിപനായാലും ആത്മരക്ഷ കിട്ടുന്നില്ല എങ്കിൽ ഈ പറയുന്ന നേട്ടങ്ങളൊന്നും നേട്ടമല്ല. ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്താണ് പ്രയോജനമെന്ന് ക്രിസ്തു മാത്രമേ മനുഷ്യവർഗത്തോട് ചോദിച്ചിട്ടുള്ളൂ. കാരണം മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില യേശു ക്രിസ്തുവിന് നന്നായിട്ടറിയാം. ക്രിസ്തു നമ്മോട് പറയുന്നത്, എന്നിൽ വിശ്വസിച്ചാൽ നിങ്ങൾ നശിക്കുകയില്ല, 70-80 വർഷം കൊണ്ട് നിങ്ങൾ നശിക്കുകയില്ല, നിങ്ങൾ എന്നേക്കും ജീവിക്കും. യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരു നാൾ നശിക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ കോടീശ്വരന്മാരാക്കാം എന്നല്ല ക്രിസ്തു പറഞ്ഞത്. കോടീശ്വരനായാലും അയാൾ മരിക്കുമല്ലോ. അതുകൊണ്ട് ഈ ലോകത്തിലെ എല്ലാ ഭൗതിക നേട്ടങ്ങളെക്കാളും ഈ ഭൂമിയിലെ സകല പ്രശ്ന പരിഹാരങ്ങളെക്കാളും ഏറ്റവും വലുത് അത് ആത്മരക്ഷയാണ്. ക്രിസ്തുവിന് മാത്രമേ അത് നൽകാൻ പറ്റൂ. ഈ ഭൂമിയിലെ ചില വിജയങ്ങളൊക്കെ തരാൻ പല വഴികളൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ആത്മരക്ഷ, നാം ചെയ്ത പാപത്തിന് നാം അനുഭവിക്കേണ്ട
യഥാർത്ഥ പ്രതിഫലം എന്ന് പറയുന്നത് നരകശിക്ഷയാണ്. അതിൽ നിന്ന് നമ്മെ കരകയറ്റി നരകയോഗ്യരായ നമ്മെ സ്വർഗയോഗ്യരാക്കുവാൻ ഒരുവന് മാത്രമേ കഴിയൂ. പണത്തിന് കഴിയില്ല, ജോലിക്ക് കഴിയില്ല, ആചാരങ്ങൾക്കോ കൂദാശകൾക്കോ ദീർഘയാത്രകൾക്കോ കഴിയില്ല. ക്രിസ്തുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാം വാക്യം നമ്മോട് പറയുന്നത്, മറ്റാരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഒരേ ഒരു നാമം, രക്ഷാകര നാമം, യേശുവിൻ്റെ നാമം. അതുകൊണ്ട് തിരുവചനം നമ്മോട് പറയുന്നത്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കുമെന്ന് പറയുമ്പോൾ ഭൗമിക രക്ഷയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ജോലി കിട്ടുന്നതോ രോഗം മാറുന്നതോ ഇവിടുത്തെ ചില പ്രതിസന്ധികൾക്ക് ഉത്തരം കിട്ടുന്നതോ അല്ല ഇവിടെ പറയുന്ന രക്ഷ. ആത്മാവിൻ്റെ നിലനിൽക്കുന്ന രക്ഷയാണ്. നല്ല ജോലി കിട്ടിയ വ്യക്തിക്ക് ആ ജോലി പോയാൽ അവൻ്റെ സമാധാനം പോയി. നല്ല വീട് സ്വന്തമാക്കിയൊരു വ്യക്തി കടം വന്നു, ആ വീട് നഷ്ടപ്പെട്ടു, അവന് തീരെ ദുഃഖമായി. നല്ല ആരോഗ്യമുള്ള വ്യക്തി ആരോഗ്യം നഷ്ടപ്പെട്ടു, അവന് വലിയ സങ്കടമായി. വലിയ അധികാരി, രാഷ്ട്രീയ നേതാവ്, മിനിസ്റ്റർ, എന്നാൽ ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന് ആ പദവി നഷ്ടപ്പെട്ടു, വലിയ സങ്കടമായി. ഈ ലോകം നൽകുന്ന രക്ഷ ഈ ലോകം എടുത്തു കളയും. എന്നാൽ ക്രിസ്തു നൽകുന്നത് ഈ ലോകത്തിന് എടുത്തു കളയാൻ പറ്റില്ല. നിലനിൽക്കുന്ന രക്ഷയാണ്. അതാണ് നാം സ്വന്തമാക്കേണ്ടത്. പണം കിട്ടിയാൽ, നല്ല വീട് വെച്ചാൽ, ജോലി കിട്ടിയാൽ അല്പം സന്തോഷമൊക്കെ ഒരു മനുഷ്യനുണ്ടാകും. എപ്പോഴും അവനെ സന്തോഷത്തിലും സമാധാനത്തിലും പിടിച്ചു നിർത്തുവാൻ ഈ പണത്തിനോ ജോലിക്കോ കഴിവില്ല. എന്നാൽ ക്രിസ്തു നൽകുന്ന ആത്മരക്ഷ നാം അനുഭവിച്ചറിഞ്ഞാൽ ആ ആത്മീയ സന്തോഷം, ക്രിസ്തു നൽകുന്ന സമാധാനം കുറയുക അല്ല ചെയ്യുക. നാളുകൾ കഴിയും തോറും നാം ആ ദൈവിക സന്തോഷത്തിൽ വർദ്ധിച്ചു വരുവാൻ ഇടയാകും. ചില പ്രസംഗകർ പറയുന്നു, യേശുവിൽ വിശ്വസിച്ചാൽ നല്ല ജോലി ലഭിക്കും, നല്ല കാറ് ലഭിക്കും, ഉയർന്ന ജീവിത നിലവാരമുണ്ടാകും, നല്ല വിദ്യാഭ്യാസം ലഭിക്കും, എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടാകും. ഇതുപോലെയുള്ള ഭൗതിക പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടാണോ ഒരുവൻ യേശുവിൽ വിശ്വസിക്കേണ്ടത്? യേശുക്രിസ്തു മനസ്സലിവുള്ളവനാണ്, കരുണയുള്ളവനാണ്. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുവാൻ കർത്താവിന് കഴിയും. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ കർത്താവിന് കഴിയും. വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർക്ക് ആ പ്രതിസന്ധിയിൽ നിന്ന് പരിഹാരം വരുത്തുവാൻ കർത്താവിന് കഴിയും. രോഗം ബാധിച്ച് വേദനയോടെ കരയുമ്പോൾ, യേശുവേ എന്നോട് കരുണ കാണിക്കണമേ, എൻ്റെ രോഗത്തിന് സൗഖ്യം തരണമേ എന്നൊരുവൻ നിലവിളിക്കുമ്പോൾ കരുണ തോന്നുന്ന കർത്താവിന്, മനസ്സലിയുന്ന കർത്താവിന് ആ രോഗിയെ സുഖപ്പെടുത്താൻ കഴിയും. കാരണം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ഒരുപാട് രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ആശ്വാസമില്ലാത്തവർക്ക് ആശ്വാസം നൽകിയിട്ടുണ്ട്.
അതുകൊണ്ട് നമ്മുടെ ഭൗതികമായ ചില പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ ക്രിസ്തുവിന് കഴിയും. കാരണം ഭക്ഷണമില്ലാതെ വിശന്നു വലയുന്ന ജനം കർത്താവായ യേശു ക്രിസ്തു അവരുടെ വിശപ്പ് കണ്ടപ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം നൽകി. കാരണം വിശപ്പുള്ളവന് ഭക്ഷണം നൽകിയാൽ മാത്രമേ അവൻ്റെ വിശപ്പിന് പരിഹാരം വരികയുള്ളൂ. എന്നാൽ ബ്രദർ ചോദിച്ചത്, ഇങ്ങനെയുള്ള ഭൗതിക പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയാണോ ഒരുവൻ യേശുവിൽ വിശ്വസിക്കേണ്ടത്? അല്ല. എന്തിനു വേണ്ടിയാണ് നാം യേശുവിൽ വിശ്വസിക്കേണ്ടത്? അക്കാര്യം ചെറിയ ഒരു ഉപമയിലൂടെ പറയാം. ഇതാ ഒരു മനോഹരമായ പ്ലെയിൻ പറന്നുകൊണ്ടിരിക്കുന്നു. യാത്രക്കാരെല്ലാവരും ആ യാത്ര എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്രയും സുഖകരമായ യാത്ര, സമൃദ്ധമായ ഭക്ഷണം, എല്ലാ സൗകര്യങ്ങളും ആ വിമാനത്തിൻ്റെ ഉള്ളിലുണ്ട്. പെട്ടെന്ന് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി. എൻജിൻ തകരാറാണ്, ഇത് തകർന്ന് നിലത്ത് വീഴും ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ. അതുകൊണ്ട് ജീവനെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങൾ നൽകുന്ന ഈ പാരച്യൂട്ട് വഴി താഴേക്ക് ചാടണം. നിങ്ങൾ ഈ വിമാനത്തിനുള്ളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾ മരിക്കും. ഈ അനൗൺസ്മെൻറ്റ് കേട്ട ഉടനെ തന്നെ ആ വിമാനത്തിനുള്ളിലെ സുഖകരമായ അവസ്ഥകളൊക്കെ വിട്ട് പാരച്യൂട്ട് ധരിച്ച് ഈ യാത്രക്കാർ താഴേക്ക് ചാടുകയാണ്. പാരച്യൂട്ട് ധരിച്ച് താഴേക്ക് ചാടുക സുഖകരമൊന്നുമല്ല. താഴേക്ക് എത്തുന്തോറും ബുദ്ധിമുട്ട് തന്നെയാണ്. അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ ഉടനെ തന്നെ യാത്രക്കാർ പാരച്യൂട്ട് ധരിച്ചു. അവർ താഴേക്ക് ചാടുകയാണ്. അല്പം ബുദ്ധിമുട്ടും ക്ലേശമൊക്കെ ഉണ്ടായി എങ്കിലും അവർ സുരക്ഷിതരായി നിലത്തിറങ്ങി. അവർ നിലത്തിറങ്ങി ഉടനെ തന്നെ അതുവരെ അവർ യാത്ര ചെയ്തിരുന്ന ആ വിമാനം ശക്തമായി കത്തിയമർന്നു, പൊട്ടിത്തകർന്നു. പ്രിയമുള്ളവരെ, യേശു നൽകുന്ന ആത്മരക്ഷ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കൊച്ചു കഥ പറഞ്ഞത്. നാം ഇന്ന് ജീവിക്കുന്ന ഭൂമി ഒരു വിമാനമാണ്, ഏത് നിമിഷവും പൊട്ടിത്തെറിക്കും. ഇത് പാപം നിറഞ്ഞ ഭൂമിയാണ്. ഇവിടെ അനീതിയുണ്ട്, അക്രമമുണ്ട്, ദുഷ്ടതയുണ്ട്, പറയാൻ പോലും പറ്റാത്ത മ്ലേച്ഛകരമായ പാപങ്ങൾ, മതഭീകരത, കൊലപാതകം, ഗർഭഛിദ്രം. ദൈവത്തിൻ്റെ ക്രോധം വന്ന് ഈ ഭൂമി എത്രയും പെട്ടെന്ന് നശിക്കും. വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നത്, പത്രോസ്ലിഹ എഴുതിയ ലേഖനത്തിൽ, ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും അഗ്നിക്കായി ചുട്ടഴിക്കപ്പെടുവാൻ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. ബൈബിളിലെ മലാക്കി പ്രവാചകൻ്റെ പുസ്തകം നമ്മോട് പറയുന്നത്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. അന്ന് അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ മഹാക്രോധം ഈ ഭൂമിയിലെ സകല അധർമ്മികളുടെ നേരെയും വരും. യോഹന്നാൻ എഴുതിയ ലേഖനം നമ്മോട് പറയുന്നത്, ലോകവും അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ എന്നേക്ക് നിലനിൽക്കും. ചിലർ ചിന്തിക്കുന്നത്, മനുഷ്യൻ എത്രയോ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു, ശാസ്ത്ര സാങ്കേതിക വിദ്യ വർദ്ധിക്കുന്നു, മനുഷ്യൻ്റെ ജീവിതം ഇനിയും ശുഭകരമാകും, ഇനിയും മനുഷ്യന് ഈ ഭൂമിയിൽ ആമോദിക്കാൻ കഴിയും, ഇനിയും ഈ ഭൂമിയിലെ ജീവിതം സുഖകരമാക്കുവാൻ മനുഷ്യൻ ഇനിയും എത്രയോ കണ്ടുപിടുത്തങ്ങൾ നടത്താനിരിക്കുന്നു, അതുകൊണ്ട് ഭൂമിയിലെ ജീവിതം ഇനിയും സുഖകരമാകും എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. എന്നാൽ അത് വ്യാമോഹമാണ്. ഈ ഭൂമി വലിയൊരു പൊട്ടിത്തെറിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. മനുഷ്യൻ്റെ അധർമ്മങ്ങൾ ഇതാ ദൈവത്തെ ഏറ്റവും പ്രകോപിപ്പിക്കുന്ന രീതിയിൽ വളർന്നിരിക്കുകയാണ്. മനുഷ്യൻ്റെ അധർമ്മവും ദുഷ്ടതയും മ്ലേച്ഛതയും ഭീകരതയും ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തുമ്പോൾ ഭൂമിയെ ദൈവം ന്യായം വിധിക്കും. യേശു ക്രിസ്തു പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്കുള്ള പ്രതിഫലം നൽകാൻ എൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് നാം സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ടത് പണം കിട്ടാനല്ല, രോഗസൗഖ്യത്തിനല്ല, വീട് വയ്ക്കാനല്ല, കടം വീട്ടാനുമല്ല. പിന്നെയോ ഒരു വലിയ തകർച്ച, അധർമ്മത്താലും പാപത്താലും നിറഞ്ഞ ഈ ഭൂമിയെ മൊത്തമായി ദൈവക്രോധത്താൽ നശിപ്പിക്കാനുള്ള ആ ഡേറ്റ്, ദൈവക്രോധം ഭൂമിയിൽ ചൊരിയാനുള്ള ദിവസം
ഏറ്റവും അടുത്തു. അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാനാണ് നാം സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ടത്. കാരണം രോഗസൗഖ്യം കിട്ടിയ വ്യക്തിക്കും പാപം ചെയ്യാം, പണം കിട്ടിയ വ്യക്തിക്കും പാപം ചെയ്യാം, കടം മുഴുവനായിട്ട് മാറിയാലും ആ വ്യക്തിക്കും പാപം ചെയ്യാം, വിദേശത്ത് പോയി പണം സമ്പാദിച്ചാലും പാപം ചെയ്യാം, വിവാഹ തടസ്സം മാറി നല്ല വിവാഹ ജീവിതം കിട്ടിയാലും ഭാര്യ ഭർത്താക്കന്മാർക്കും പിന്നെയും പാപം ചെയ്യാം. അങ്ങനെ പാപം ചെയ്താൽ ഒടുവിൽ എവിടെ എത്തും? പാപത്തിൻ്റെ ശമ്പളം മരണമെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. മരണമെന്ന് പറഞ്ഞാൽ ദൈവവുമായുള്ള ബന്ധം എന്നേക്കുമായി നഷ്ടപ്പെട്ട് പിശാചിനും അവൻ്റെ സൈന്യങ്ങൾക്കുമായി ഒരുക്കിയിരിക്കുന്ന നിത്യ ദണ്ഡന സ്ഥലമായ നരകത്തിൽ പതിക്കുക. ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നാം സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ടത്. ഭൗതിക പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയല്ല നാം സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ടത്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ദൈവിക ന്യായവിധിയാണ്, ഫൈനൽ ജഡ്ജ്മെൻറ്റ്. അധർമ്മികളായ മനുഷ്യരെ ന്യായം വിധിക്കുന്ന ദൈവത്തിൻ്റെ പ്രതികാര ദിനം അടുത്തു. ദൈവത്തിൻ്റെ തിരുവചനം നമ്മോട് പറയുന്നത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാകട്ടെ ചീത്തയാകട്ടെ അതിന് തക്കവിധം പ്രതിഫലം പ്രാപിക്കുവാൻ നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിനെ അനുസരിക്കാൻ മനസ്സുള്ള, അധർമ്മം നിറഞ്ഞ ഈ ലോകത്തിൻ്റെ വിശാലമായ പാതയിൽ പോകാതെ ജീവൻ്റെ വഴിയായ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ, നിത്യജീവൻ തരുവാൻ കെൽപ്പുള്ള ഈ നല്ല രക്ഷകനെ യേശുവിനെ നാം അനുഗമിക്കുവാൻ തയ്യാറായാൽ അവർക്കുള്ള ക്രിസ്തുവിൻ്റെ വാഗ്ദത്തം ഇതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, പരിഭ്രമിക്കരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർക്കും നിത്യമായ സ്വർഗത്തിലേക്ക്. അനീതിയില്ല, ദുഷ്ടതയില്ല, പിശാചില്ല, ഇൻകിലാബ് വിളിയില്ല, മതഭീകരതയില്ല, കലഹമില്ല, കണ്ണീരില്ല, ഇരുട്ടില്ല. മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പരമാനന്ദത്തിലേക്ക്, മനുഷ്യൻ്റെ യഥാർത്ഥ ഭവനത്തിലേക്ക്, ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ച ആ സ്വർഗീയ ഭവനത്തിലേക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ, ക്രിസ്തുവിനെ അനുസരിക്കുന്നവരെ ചേർക്കുവാൻ യേശു വരാൻ സമയമായി. ആ നിത്യമായ ഭവനത്തിൽ നമ്മൾ എത്തപ്പെടുന്നില്ല എങ്കിൽ നാം ഇവിടെ നേടിയെന്ന് പറയുന്ന സകല ഭൗതിക നേട്ടങ്ങളും ഒരു നേട്ടമേയല്ല. അതുകൊണ്ട് ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നത് ഭൗതിക പ്രശ്ന പരിഹാരത്തിനല്ല, അതിനേക്കാളും വലിയ ഒന്നിനു വേണ്ടിയാണ്, ആത്മരക്ഷ. നാം ചെയ്ത പാപത്തിന് നാം അനുഭവിക്കേണ്ട നരകത്തിൽ നിന്ന്, ദൈവക്രോധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗരാജ്യത്തിൽ നാം പ്രവേശിക്കണം. ഇന്ന് ദൈവത്തിൻ്റെ നിത്യജീവൻ തരുന്ന സുവിശേഷ സന്ദേശം ചുരുക്കമായി നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ആത്മരക്ഷ എങ്ങനെ പ്രാപിക്കാം എന്നതിനെക്കുറിച്ചുള്ള യഥാർത്ഥ ദൈവിക ഉപദേശം ഇന്ന് പ്രിയപ്പെട്ടവരായി നിങ്ങൾ കേട്ടുകഴിഞ്ഞു. പ്രിയമുള്ളവരെ, ക്രിസ്തു സ്നേഹിക്കുന്നവനാണ്. ഒരു വ്യക്തി പോലും നശിച്ച് നരകത്തിൽ പോകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ആത്മരക്ഷ പ്രാപിക്കണം. ഒരു വ്യക്തി പോലും നരകത്തിൽ പോകരുത്. അതാണ് ക്രിസ്തുവിൻ്റെ ആഗ്രഹം. നാം എന്താണ് ചെയ്യേണ്ടത്? യേശുവിനോട് ഈ നിമിഷം പാപങ്ങൾ ഏറ്റുപറയുക. യേശുവേ, ഞാൻ കാണാൻ പാടില്ലാത്തത് കണ്ടിട്ടുണ്ട്, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ടുണ്ട്, പറയാൻ പാടില്ലാത്തത് പറഞ്ഞിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ നരകമാണ്. ഞാൻ അതല്ലാതെ മറ്റൊന്നും അർഹിക്കുന്നില്ല. എനിക്ക് മനസ്സിലായി. എന്നാൽ എൻ്റെ പാപത്തിൻ്റെ ഘോര ശിക്ഷാവധിയായ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് അങ്ങ് കാൽവരി കുരിശിൽ മരിക്കുന്നത്. അങ്ങാണ് എൻ്റെ രക്ഷകൻ. പാപവും അന്ധകാരവും ദുഷ്ടതയും നിമിത്തം നിത്യമായ നാശത്തിലേക്ക് കുതിക്കുന്ന ഈ ലോകത്തോടുകൂടെ ഞാൻ നശിച്ചു പോകാതെ, യേശുവേ, എൻ്റെ ആത്മാവിനെ അങ്ങ് സ്വർഗത്തിൽ ചേർക്കണമേ. എൻ്റെ പാപങ്ങളാണ്, എൻ്റെ അകൃത്യങ്ങളാണ് അങ്ങയെ ക്രൂശിൽ തറച്ചത്. ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് പീഡകളേറ്റത്, അവിടുത്തെ പരിശുദ്ധമായ കൈകളിലും കാലുകളിലും ആണിയടിയേറ്റത് എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയായ നരകാഗ്നിയിൽ നിന്ന് എന്നെ വിമോചിപ്പിക്കുവാൻ വേണ്ടിയാണ്. നരകയോഗ്യനായ എനിക്ക്
നരകയോഗിയായ എനിക്ക് ആത്മരക്ഷ നിത്യജീവൻ തരാൻ വേണ്ടിയാണ് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സ്വന്തം ശ്രമം കൊണ്ട്, എൻ്റെ അനുഷ്ഠാനങ്ങൾ കൊണ്ട്, എൻ്റെ പണം കൊണ്ട്, ഞാൻ ചെയ്യുന്ന ഒരു കർമ്മമാർഗങ്ങൾ കൊണ്ടും എനിക്ക് ആത്മരക്ഷയോ സ്വർഗരാജ്യമോ ലഭിക്കുകയില്ല. യേശുവെ, ഞാനത് അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. ഇന്നു മുതൽ എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷകൻ, എൻ്റെ പരിപാലകൻ, എൻ്റെ സത്യദൈവം, എൻ്റെ നല്ല ഇടയൻ, എൻ്റെ സർവസ്വവും യേശുവെ അങ്ങ് മാത്രമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായി ഞാൻ അങ്ങയെ അംഗീകരിക്കുന്നു. അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചുവെന്നും അങ്ങ് മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്നുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ എൻ്റെ പദ്ധതികളനുസരിച്ച് എനിക്ക് ശരിയെന്ന് തോന്നുന്ന വഴിയിലൂടെ ഞാൻ പോയി. അതിൻ്റെ ദോഷങ്ങളും ഞാൻ നന്നായി അനുഭവിച്ചവളാണ്. എന്നാൽ ഇന്നു മുതൽ എൻ്റെ സിദ്ധാന്തങ്ങളനുസരിച്ചല്ല, എൻ്റെ ബോധ്യങ്ങളനുസരിച്ചല്ല, അങ്ങയുടെ തിരുവചന പ്രകാരം ജീവിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അനീതിയും അക്രമവും ദുഷ്ടതയും തിങ്ങി നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ പാപത്തിൻ്റെ കുഴിയിൽ വീഴാതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ വർഷിക്കണമേ. എൻ്റെ പേര് ഈ നിമിഷം ജീവൻ്റെ പുസ്തകത്തിൽ അങ്ങ് എഴുതി ചേർക്കണമേ. പിശാചിനും അവൻ്റെ സൈന്യങ്ങൾക്കുമായി ഒരുക്കിയിരിക്കുന്ന നിത്യമായ നരകത്തിലെ നിത്യമായ ദണ്ഡനത്തിൽ നിന്ന് എൻ്റെ ആത്മാവിനെ രക്ഷിച്ച് എന്നെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ യേശുവെ അങ്ങേക്ക് മാത്രമേ കഴിയൂ. ആ സത്യം ഞാൻ അംഗീകരിക്കുന്നു. എൻ്റെ ഏക കർത്താവ്, ഏക രക്ഷകൻ യേശുവെ അങ്ങ് മാത്രമാണ്. കർത്താവായ യേശുവെ, അങ്ങ് വീണ്ടും വരുമ്പോൾ അങ്ങയുടെ കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ആ വിശുദ്ധരുടെ, അങ്ങയെ പ്രസാദിപ്പിച്ച മക്കളുടെ ഗണത്തിൽ എന്നെയും ചേർക്കണമേ. അതിനായി ശിഷ്ടകാലം അങ്ങയെ സേവിച്ചും അനുസരിച്ചും ജീവിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. അങ്ങയുടെ തിരുവചനമായ ബൈബിൾ വായിക്കുമ്പോൾ അതിലെ അർത്ഥം അങ്ങ് എനിക്ക് ഗ്രഹിപ്പിക്കണമേ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാനും വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ജീവിച്ച് നിത്യതയുടെ തീരത്തിലെത്തുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങ് നൽകുന്ന ദിവ്യമായ സമാധാനം, അങ്ങ് നൽകുന്ന ദിവ്യമായ സ്വാന്തനം എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. എല്ലാ അസ്വസ്ഥതയും വേവലാതിയും നിരാശകളും ദുരാസക്തികളും എന്നിൽ നിന്ന് മാറ്റി എൻ്റെ ഹൃദയത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ യേശുവെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. ഹാലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇപ്രകാരം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് ആത്മരക്ഷ നൽകാൻ കഴിയുന്ന, നിത്യജീവൻ നൽകാൻ കഴിയുന്ന ക്രിസ്തുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചുവെങ്കിൽ ആ പ്രാർത്ഥന ക്രിസ്തു കേട്ടിരിക്കുകയാണ്. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകിത്തരും എന്നവിടുന്ന് പറഞ്ഞു. അതിനാൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ കർത്താവ് ഏത് പ്രതിസന്ധിയിലും നിങ്ങളെ ആശ്വസിപ്പിക്കും. മരണത്തിൻ്റെ സന്ദർഭത്തിലും നിങ്ങൾ തനിച്ചായിരിക്കുകയില്ല. അവിടെയും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും എന്നരുളി ചെയ്ത ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കട്ടെ. കർത്താവ് എത്ര നല്ലവനാണ് എന്ന് രുചിച്ചറിയുവിൻ. ആ സ്നേഹം ഓരോ ദിവസവും അനുഭവിച്ചറിഞ്ഞ് ഉത്കണ്ഠകൾ മാറ്റിവെച്ച് ദൈവസ്നേഹത്തിൽ വസിക്കുവാൻ ദൈവം ഇന്ന് ഈ തിരുവചനം കേട്ട എല്ലാവർക്കും മഹാഭാഗ്യം നൽകട്ടെ. യേശുവേ, അങ്ങേക്ക് നന്ദി. ഹാലേലൂയ, ഹാലേലൂയ. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഇന്ന് ഈ തിരുവചനം കേട്ട എല്ലാവരുടെ മേലും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശുവിന്
സ്നേഹിക്കാൻ മാത്രമാണോ അറിയുക, ശിക്ഷിക്കുവാൻ അറിയുകയില്ലേ? യേശു സ്നേഹിക്കുന്നവനാണ്, മനസ്സലിയുന്നവനാണ്. മാനവകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ കാൽവരി കുരിശിൽ ബലിയർപ്പിച്ചവനാണ്. എന്നാൽ യേശുവിനെ സ്നേഹിക്കാൻ മാത്രമല്ല അറിയുന്നത്, ഇതേ യേശു തന്നെ ശിക്ഷിക്കുന്നവനായി വരും. അവിടുത്തെ സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരം നൽകുവാനും യേശു ക്രിസ്തുവിനെ അറിയാം. സ്നേഹിക്കുവാൻ മാത്രമല്ല യേശുവിനെ അറിയുന്നത്, അവിടുത്തെ നിഷേധിക്കുന്നവർക്ക് തക്ക പ്രതികാരം നൽകുവാനും യേശുവിനറിയാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ വായിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും, അവൻ എന്ന് പറയുന്നത് യേശുവാണ്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ. ഏകജാതൻ എന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ ഏകമകനായ യേശുവിനെയാണ് കാണിക്കുന്നത്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് വന്നു. അവിടുന്ന് മനുഷ്യനായി അവതരിച്ചത് ദുഷ്ടരായ മനുഷ്യരെ കൊല്ലുവാൻ വേണ്ടിയല്ല, നല്ലവരെ സംരക്ഷിക്കുവാനും ദുഷ്ടന്മാരെ ഇല്ലാതാക്കാനും വേണ്ടിയല്ല യേശു വന്നത്. പിന്നെയോ തൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും പാപമോചനം നൽകി അവരുടെ നരകശിക്ഷ മാറ്റി അവർക്ക് സ്വർഗരാജ്യം അഥവാ നിത്യജീവൻ നൽകുവാൻ വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്. അവിടുന്ന് മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്നു. 17-ാം വാക്യം മുതൽ വീണ്ടും വായിക്കുന്നു, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ഇവിടെ ലോകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുന്നുകളും പർവ്വതങ്ങളും മലകളും സമുദ്രങ്ങളുമല്ല. ഈ ലോകത്തിൽ ജീവിക്കുന്ന പാപികളായ മനുഷ്യവർഗം, അതാണ് ഇവിടെ ലോകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 18-ാം വാക്യം, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു രക്ഷിക്കുന്നവനുമാണ്, ശിക്ഷിക്കുന്നവനുമാണ്. യേശു ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ ഏക കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ച് അവിടുത്തെ തിരുവചനപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. എന്നാൽ ഈ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ ഒരുവന് മനസ്സില്ലെങ്കിലോ, വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇനി 19-ാം വാക്യം, ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും, ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രകാശം യേശു ക്രിസ്തുവാണ്. ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം എന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നതുമില്ല.